ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് അരീരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3/4 കിലോ ശർക്കര ഉരുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഞാൻ 1/2 കിലോ പൊടിയാണ് എടുത്തിട്ടുള്ളത്, അരിപ്പൊടി. ഇപ്പോൾ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. 1/2 കിലോ അരിപ്പൊടിക്ക് 3/4 കിലോ ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശായി ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കാം. ഈ ശർക്കരപ്പാനി നന്നായി തിളച്ചതിന് ശേഷമാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി വാട്ടിയെടുക്കാം. ചെറു തീയിലിടാൻ ശ്രദ്ധിക്കണേ. നന്നായി മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. ഇതേ പരുവത്തിൽ വാട്ടിയെടുക്കണം. ഇനി ഇതൊന്ന് 20 മിനിറ്റ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് ആറിയതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകളായി കുറേശ്ശെ എടുത്ത് ഉരുട്ടി ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ മാവ് തീരുന്നവരെ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയ ഉരുളകളായി എടുത്ത് ഇതേപോലെ ഷേപ്പ് ചെയ്യാം. കനം ഇല്ലാതെ ഉരുളകളായി എടുക്കണം. ഇതേ കനത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ ഉള്ളു വേകില്ല. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെക്കാം. ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ അരീരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ആരെങ്കിലും വീഡിയോ കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.